ഓഗസ്റ്റ് 15-ന് വന്ദേമാതരം പൂർണ്ണതോതിൽ ആലപിക്കണമെന്ന ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ വെട്ടിലായി സർക്കാർ. കേന്ദ്ര സർക്കാർ നിർദ്ദേശം പൂർണ്ണമായും പാലിക്കുമെന്നാവശ്യപ്പെട്ടാണ് ചീഫ് സെക്രട്ടറി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഉത്തരവിനെ പറ്റി അറിയില്ല എന്ന് പറഞ്ഞ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കൈയൊഴിയുകയും ചെയ്തു. കഴിഞ്ഞ തവണ വന്ദേമാതരം നമ്മൾ ആലപിച്ചത് മുഴുവൻ ആലപിച്ചില്ലായിരുന്നല്ലോ. പുതിയ സിറ്റുവേഷൻ എന്താ എനിക്കറിയില്ല. ഇങ്ങനെ ഉത്തരവിട്ടെന്ന് ഉത്തരവിട്ടെന്ന് നിങ്ങളാണല്ലോ പറയുന്നത്. ഞാൻ പരിശോധിക്കാം. എനിക്കറിയില്ല. ഞാൻ അന്വേഷിക്കും. ചീഫ് സെക്രട്ടറി നിയമപരമായ കടമ നിർവഹിച്ചതാണോ, സ്വയം തീരുമാനിച്ചതാണോ എന്ന് പരിശോധിക്കണമെന്ന് MK മുനീർ പറഞ്ഞു. അതിനിടയ്ക്ക് പാർലമെൻറ്റിൽ അത് അവർ പാസ്സാക്കുകയും അതിനെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ 3 വർഷം കഠിന തടവ് എന്നുള്ള രീതിയിൽ ഒക്കെയുള്ള നിയമം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. ഞാൻ പറയുന്നത് ഭരണഘടനയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഭരണഘടനയിൽ ദേശീയ ഗാനത്തെയാണ് ബഹുമാനിക്കണമെന്ന് പറയുന്നത്. ഇതിനിടെ മുഖ്യമന്ത്രിയെ പരിഹസിച്ച് വി ശിവൻകുട്ടി രംഗത്തെത്തി. വന്ദേമാതര വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ പഴയ വിശദീകരണം ഓർമ്മിപ്പിച്ചാണ് വി ശിവൻകുട്ടിയുടെ FB പോസ്റ്റ്. ആദ്യത്തെ കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഈ വന്ദേമാതരം മുഴുവൻ ആലപിക്കുന്നത്. അത് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചിട്ടാണ്. ഞാനും നിൽക്കുമ്പോഴാണ് കേൾക്കുന്നത്, മുഴുവൻ കേൾക്കുന്നത് ഞാനും നിൽക്കുമ്പോഴാണ് കേൾക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചെന്ന് തടസ്സപ്പെടുത്താൻ പറ്റുമോ? പിന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത് അവസാനം ഇത് ആലപിക്കുമെന്ന് അറിയില്ല. അവസാനം സാധാരണ നാഷണൽ ആന്തമാണ് ചെയ്യുന്നത്. ഇതുകൂടി ആലപിച്ചു, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, നമുക്ക് അറിയില്ല. അർജുൻ രാജ് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, എന്തായാലും ഇത് വലിയ തരത്തിലുള്ള വിമർശനത്തിന് വഴിവെക്കും. ഈ വന്ദേമാതരം എന്നുള്ളത് ഇനി വലിയ വിവാദങ്ങളിലേക്കൊക്കെ കടക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും അതിനൊക്കെ തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉടലെടുക്കുന്ന വിവാദം? കേന്ദ്ര സർക്കാരിന്റെ നിലപാടും ഉത്തരവുമാണ് ഈ വന്ദേമാതരം മുഴുവൻ ചൊല്ലുക എന്നുള്ളത്. അത് കഴിഞ്ഞ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഘട്ടത്തിൽ മുഴുവൻ ചൊല്ലിയ ഘട്ടത്തിൽ വലിയ വിവാദമാവുകയും ചെയ്തു. അന്ന് മുഖ്യമന്ത്രി അത് വിശദീകരിച്ചത് മുഴുവൻ ചൊല്ലും എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് നിയമസഭയിൽ മുഴുവൻ ചൊല്ലാതെ വിവാദത്തെ ഒഴിവാക്കാനും UDF സർക്കാർ ശ്രമിച്ചു. പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാർ എന്താണോ ഉത്തരവിട്ടിട്ടുള്ളത് അത് അതുപോലെ നടപ്പാക്കണം എന്ന് കാണിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കത്തയച്ചിട്ടുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സ്വാതന്ത്ര്യ ദിനത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ കത്തിൽ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇറക്കിയിട്ടുള്ള ഉത്തരവ് അതുപോലെ തന്നെ പൂർണ്ണമായും പാലിക്കപ്പെടണം എന്നുള്ളതാണ് ചീഫ് സെക്രട്ടറി ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. അത് വന്ദേമാതരം ചൊല്ലണം, മുഴുവനായി ചൊല്ലണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം. അത് അങ്ങനെ തന്നെ അംഗീകരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത് പരിശോധിക്കണം. അത് എങ്ങനെയാണ് ചീഫ് സെക്രട്ടറി സ്വന്തം നിലയ്ക്ക് തീരുമാനിച്ചതാണോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ മുസ്ലിം ലീഗ് ഉയർത്തിയിട്ടുണ്ട്. അതേസമയത്ത് രമേശ് ചെന്നിത്തല പറഞ്ഞത് അക്കാര്യം അറിയില്ല എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വലിയ വിമർശനം ഉണ്ട്. അന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ച കാര്യങ്ങളെ കുറിച്ചുകൂടി ഓർമ്മിപ്പിച്ചാണ് മുൻ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ പ്രതികരിച്ചിട്ടുള്ളത്. അന്ന് VD സതീശൻ പറഞ്ഞത് മുഴുവൻ ചൊല്ലും എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. ആ പഴയ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു വിമർശനം ഉയർന്നിട്ടുള്ളത്. ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ സമീപനത്തിന് വഴങ്ങുന്ന നിലയിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നു എന്നുള്ള ആരോപണം ശക്തമാക്കാൻ പ്രതിപക്ഷത്തിന് ആയുധമാവുകയാണ് ഇപ്പോഴത്തെ വിവാദം. സ്വാതി. ശരി അർജുൻ.